പാതകൾ മറികടന്ന് വേണം ഇസ്രായേലിനെ ലക്ഷ്യം വെക്കാൻ. അങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ അതിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഈ അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളാണ്. ഇതാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്നുള്ളത്. ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഈ 12 ദിന യുദ്ധം അവിടെ ഉണ്ടായ സാഹചര്യം ഉണ്ടാവുന്നത്. ഈ 12 ദിന യുദ്ധത്തിന് മുമ്പാണ് വീണ്ടും ഇറാനിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് മൊസാദ് മറ്റൊരു ഓപ്പറേഷൻ നടത്തുന്നു. ആ ഓപ്പറേഷനിൽ ഇറാനിന്റെ സൈനിക മേധാവികളെ കൊലപ്പെടുത്തുന്നു. ഇറാനിൽ സൈനികമായി രാഷ്ട്രീയ നേതൃത്വത്തെ ലക്ഷ്യം വെക്കുന്നു. വളരെ വലിയ ഒരു ഓപ്പറേഷൻ നടത്തി അവിടുത്തെ സംവിധാനങ്ങളിൽ വലിയ വ്യോമാക്രമണമൊക്കെ നടത്തിയിട്ടുള്ള ഒരു കാര്യം ഇസ്രായേൽ നടത്തുന്നു. അങ്ങനെ അവിടെ വീണ്ടും ഇറാനിൽ സംഘർഷം ഉണ്ടാക്കുന്നു. അങ്ങനെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോഴാണ് ഈ 12 ദിന യുദ്ധമുണ്ടാകുന്നത്. ഇസ്രായേലിനെതിരെ ആദ്യമായിട്ട് ഒരു അറേബ്യൻ രാജ്യം അതിശക്തമായ ആക്രമണം നടത്താൻ തയ്യാറാവുന്നു. ഗസയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ചർച്ചയാവുന്നു. അങ്ങനെ 12 ദിന യുദ്ധം ഉണ്ടാവുന്നു. ഈ 12 ദിന യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത്? വീണ്ടും ഇറാനിയന്റെ മിസൈലുകൾ ഈ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി കൊണ്ടുപോകുന്നു, ആക്രമണം നടത്തുന്നു. ഈ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ അപ്പോഴും ഈ ഇസ്രായേലിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് അറേബ്യൻ രാജ്യങ്ങളിലുള്ള ഈ ബേസുകളാണ്. ഈ ബേസുകൾ എന്നുള്ളത് ഈ ബേസുകളെ മറികടന്ന് വേണം ഈ ഖത്തറിലെ, ജോർദാനിലെ, അല്ലെങ്കിൽ UAE-യിലെ, ബഹ്റൈനിലെ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ ബേസുകളെ മറികടന്ന് വേണം യഥാർത്ഥത്തിൽ ഇറാനിയൻ മിസൈലുകൾ അവിടെ എത്താൻ. അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ വരുന്ന ബേസുകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആക്രമണങ്ങളെ തടുക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയുന്നു. മുൻകൂട്ടിയുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു. അങ്ങനെ ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്ന ആഘാതങ്ങളെ ചെറുക്കാൻ അവർക്ക് കഴിയുന്നു. അതിനിടയിൽ ഇറാനിലേക്ക് നടത്തുന്ന തിരിച്ചടികൾ പൂർണ്ണമായിട്ടും ഈ ഗൾഫ് മേഖല റീജിയണിലുള്ള അവരുടെ വ്യോമത്താവളങ്ങളെയാണ് ഈ അമേരിക്ക ഉപയോഗപ്പെടുത്തുന്നത്. അവിടെ നിന്നുമാണ് യഥാർത്ഥത്തിൽ ഇറാനെതിരെയായ ആക്രമണങ്ങൾ നടക്കുന്നത്. അതായത് ഇറാന്റെ മണ്ണിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളിൽ സമ്പൂർണമായിട്ടും ഈ അറബ് മേഖലകളിലുള്ള അറേബ്യൻ രാജ്യങ്ങളിലുള്ള ബേസുകളും അവരുടെ മണ്ണും ഇതിനായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 12 ദിനം യുദ്ധം അവസാനിച്ചതിന് ശേഷം ഇറാൻ ഒരു കാര്യം ചെയ്യുന്നു. അത് ഖത്തറിലുള്ള അൽ ഉദൈദ് വ്യോമത്താവളത്തിലേക്ക് അതിശക്തമല്ലാത്ത ഒരു വ്യോമാക്രമണം നടത്തുന്നു, ഒരു ടോക്കൺ അറ്റാക്ക് നടത്തുന്നു. എന്നിട്ട് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു അറ്റാക്കായിരുന്നു അത്. ആ അറ്റാക്കിന് ശേഷം ഇറാൻ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഒരു താക്കീതാണ്. ആ താക്കീത് എന്നുള്ളത് നിലവിൽ നടക്കുന്ന സാഹചര്യങ്ങളുടെ വ്യക്തമാക്കി തരുന്ന ഒരു കാര്യം എന്നുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആക്രമണം നടത്താൻ നിങ്ങളുടെ വ്യോമപരിധിയോ നിങ്ങളുടെ മണ്ണോ വിട്ടുകൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ അത്